Hey folks, welcome back. Hey folks, welcome back. Stay positive and be positive. Try harder for your great future. Hey folks, welcome back. Hey folks, welcome back. Hey folks, welcome to the 9th class of hypnotism. Hey folks, welcome back. Hey folks, welcome to another class. ഫോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറുക്കന്മാരെ എന്നല്ല, ആളുകളെ ഗൈസ് എന്ന് വിളിക്കില്ല, സെയിം മീനിങ് ആണ്. അപ്പോൾ ഒന്ന് വെറൈറ്റി പിടിക്കാൻ എനിക്ക് എല്ലായിടത്തും താല്പര്യമാണ്. അതുകൊണ്ട് എൻ്റെ വണ്ടി കണ്ടോ നിങ്ങൾ, ഇതുവരെ ആരും അടിക്കാത്ത കളറാണ്, പച്ച കളറാണ് ഞാൻ അടിച്ചത്. നിങ്ങൾ മെന്റലിസത്തിനെ കുറിച്ചും ഹിപ്നോട്ടിസത്തിനെ കുറിച്ചും പഠിക്കാവുന്ന ആൾക്കാരോട് ഞാൻ എന്തിനാണ് എൻ്റെ വണ്ടിയുടെ കാര്യമൊക്കെ പറയുന്നത് എന്നാണെന്നുണ്ടെങ്കിൽ, ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് ഒരു സാധനം പഠിപ്പിച്ചു തന്നതാണ്. നമ്മളൊരാളായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പോയിട്ട് അവിടുന്ന് യെസ് ഐ ആം ഹിപ്നോട്ടിസ്റ്റ് നാഫി എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നതെങ്കിൽ അവിടെ ഒരു റാപ്പോ ബിൽഡ് ആവില്ല. നമ്മൾ ആദ്യം അവരുമായിട്ട് ഒരു റാപ്പോ കണക്ഷൻ ഉണ്ടാക്കണം. എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങളോ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഫണ്ണോ എന്തെങ്കിലും പറഞ്ഞൊരു പേഴ്സണൽ കണക്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് മനസ്സിലാക്കാനും കേൾക്കാനും പറ്റും. ഞാൻ ഹിപ്നോട്ടിസ്റ്റ് നാഫി ആണെന്ന് ഓൾറെഡി പറഞ്ഞു. ഭാരത് സേവ പുരസ്കാരമൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു വേൾഡ് റെക്കോർഡും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കേണ്ടത് ഇവരെന്ത് സ്വയം പൊങ്ങിയാണ് വീഡിയോയിൽ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് എന്തിനാണ് ഇങ്ങനെ സ്വയം പൊങ്ങുന്നത് വിചാരിക്കേണ്ടാവും. ജസ്റ്റ് ആ ഒരു കാര്യം പറയാം. നിങ്ങളിപ്പോൾ സ്വാഭാവികമായിട്ടും പല സ്ഥലത്തും അന്വേഷിച്ചിട്ടുണ്ടാകും കോഴ്സുകളെ കുറിച്ച്. അപ്പോൾ ഇവിടെ കോഴ്സ് പഠിപ്പിക്കുന്ന ആൾക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്ന് നിങ്ങൾ അറിയണമല്ലോ. അത് ഞാൻ പറഞ്ഞു തന്നല്ലേ പറ്റൂ. അതുകൊണ്ട് പറയാണ്, ഉടനെ തന്നെ ഡോക്ടർ നാഫി എന്ന് കേൾക്കാനുള്ള വിധി വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതിനുള്ള ചില നീക്കങ്ങളൊക്കെ എവിടെ നിന്നൊക്കെ നടക്കുന്നുണ്ട് എന്ന് കേട്ടു. ചിലപ്പോൾ സാധ്യതയുണ്ട് ഹോണറി ഡോക്ടറേറ്റ് കിട്ടാനുള്ളത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമ്മൾ നമ്മുടെ കോഴ്സിനെ കുറിച്ചും അക്കാഡമിയെ കുറിച്ചും പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ വന്നത് ഒന്നുകിൽ മെന്റലിസം അല്ലെങ്കിൽ ഹിപ്നോട്ടിസം പഠിക്കാനാണ്. ഹിപ്നോട്ടിസം അല്ല നമ്മൾ പഠിപ്പിക്കുന്നത്, സ്ട്രീറ്റ് ഹിപ്നോട്ടിസം ആണ്. അതായത് സാധാരണ ഹിപ്നോട്ടിസവും സ്ട്രീറ്റ് ഹിപ്നോട്ടിസവും തമ്മിലുള്ള വ്യത്യാസം ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. സാധാരണ ഹിപ്നോട്ടിസം നിങ്ങൾ പണ്ടോട്ടേ കണ്ടിട്ടുള്ളത് ഒരാളെ കിടത്തി ഉറക്കി താങ്കൾ ഉറങ്ങുകയാണ് എന്നൊക്കെ പറയുന്ന രീതിയിൽ കുറേ സമയം ഉറക്കിയിട്ട് അവരുടെ മനസ്സിലുള്ള രഹസ്യങ്ങളൊക്കെ പുറത്തെടുപ്പിക്കുന്ന സാധനമാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതല്ല നമ്മുടെ സ്ട്രീറ്റ് ഹിപ്നോട്ടിസം. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു മിനിറ്റിനകത്ത് നമുക്ക് മുമ്പിലുള്ള ഒരാളെ ഡീപ്പ് ട്രാൻസിലേക്ക് കൊണ്ടുപോയിട്ട് അവർക്ക് സ്വർഗം വേണേൽ കാണിച്ചു കൊടുക്കാം. അവരുടെ മനസ്സിലുള്ള സ്വർഗം അവർക്ക് റിയാലിറ്റി ആയിട്ട് മുമ്പ് കാണിച്ചു കൊടുക്കാം. എവ്രിതിങ് അവർക്ക് റിയാലിറ്റി ആയിട്ട് ഫീൽ ചെയ്യിക്കാം. ഇല്ലാത്ത എന്തും അവർക്ക് ഉണ്ടെന്ന് തോന്നിക്കാം. സ്വപ്നത്തിൽ മാത്രം കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു രാജ്യമുണ്ടെങ്കിൽ അത് കാണിക്കാം. സ്വപ്നത്തിൽ മാത്രം കണ്ട ഏതെങ്കിലും ജീവി ഉണ്ടെങ്കിൽ അതിനെ റിയാലിറ്റി ആയിട്ട് കാണിച്ചു കൊടുക്കാം. മരിച്ചുപോയ അച്ഛനെയും അമ്മേനൊക്കെ ഒന്ന് ഇമാജിനേഷനിലൂടെ കാണണം എന്നുണ്ടെങ്കിൽ അവർക്ക് കാണിച്ചു കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് സ്ട്രീറ്റ് ഹിപ്നോട്ടിസത്തിലൂടെ സാധിക്കും. പക്ഷെ അത് ഒറ്റയടിക്ക് അതിലേക്ക് പോവല്ല. അതിന് 2 ലെവലുകളുണ്ട്. ഫസ്റ്റ് ലെവലിൽ നമ്മൾ പഠിക്കുക ഒരാളുടെ കൈ സ്റ്റക്ക് ആവുന്ന, അതായത് നമ്മൾ പറഞ്ഞ പോലെ അയാൾക്ക് കൈ എടുക്കാൻ പറ്റുന്നില്ല, അതേപോലെ കാൽ സ്റ്റക്ക് ആവുന്നു, സംസാരിക്കാൻ പറ്റുന്നില്ല, കണ്ണു തുറക്കാൻ പറ്റുന്നില്ല, നമ്മൾ പുഷ് ചെയ്യാതെ അയാൾ മറിഞ്ഞു വീഴുന്നു. ഇതൊക്കെ പോലെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ലെവലിൽ പഠിച്ച് നമ്മൾ ടൊണാലിറ്റി കാര്യങ്ങളൊക്കെയാണ്. അതായത് നിങ്ങളിപ്പോൾ സ്ലീപ്പ് ഡീപ്പർ എന്നാണ് പറയുന്നതെങ്കിൽ ടൊണാലിറ്റി ഒക്കെ ആരാണ് പറയുക, സ്ലീപ്പ് ഡീപ്പർ എന്നായിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചെറിയൊരു റൂളാണത്. ടൊണാലിറ്റി എല്ലാ വേർഡ്സിലും ടൊണാലിറ്റി കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇതൊക്കെ കൃത്യമായ രീതിയിൽ നിങ്ങൾ ഫസ്റ്റ് ലെവലിൽ പഠിക്കും. സെക്കൻഡ് ലെവലിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാലുസിനേഷൻ. അതുപോലെ ഫസ്റ്റ് ലെവലിൽ ഹാലുസിനേഷൻ വരില്ല കേട്ടോ. ഫസ്റ്റ് ലെവലിൽ 20ഓളം പ്രീ റെക്കോർഡ് ക്ലാസ്സുകളാണ്. സെക്കൻഡ് ലെവലാണ് ഹാലുസിനേഷൻ, അതുപോലെ പാർഷ്യൽ അംനേഷ്യ. സ്വന്തം പേര് വരെ മറന്നു വന്നു, എന്ത് ഫണ്ണല്ലേ. അതുപോലെ വാ എവിടെയാന്ന് മറന്നു വന്നു. വെള്ളം കുടിക്കുമ്പോൾ എൻ്റെ വാ ഇവൻ കാണുന്നില്ല, എവിടെയാന്ന് മറന്നു. തലച്ചോറല്ലേ ഇതൊക്കെ നമുക്ക് ഓർമ്മിപ്പിച്ച് തരുന്നത്. നിന്റെ സ്വന്തം പേര് വെച്ച് ബാക്കി എല്ലാവരുടെ പേര് നിനക്ക് പറയാനും ഓർക്കാനും പറ്റും. നിന്റെ സ്വന്തം പേര് നിനക്ക് ഓർക്കാനോ പറയാനോ പറ്റില്ല. 1 2 3 റൈസ് എടാ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് അടിപൊളിയായി ചെയ്തു. കാലൊന്നും സ്റ്റക്കായ ഫീൽ കിട്ടിയില്ല. എൻ്റെ പേരെന്താ, എൻ്റെ പേരെന്ന് പറയാൻ ട്രൈ ചെയ്തോക്ക്. ട്രൈ ചെയ്യുന്നവർ എന്തോ ബ്ലാങ്ക് ആയിട്ടുള്ള എന്തോ ഓർമ്മ, പേര് ട്രൈ ചെയ്യുന്നവർക്ക് കിട്ടില്ല. പേടിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഹിപ്നോസിസിൻ്റെ ഒരു സാധനമാണ്. പേര് ട്രൈ ചെയ്യുന്നവരും മറന്നുപോയിക്കൊണ്ടേയിരിക്കും. ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള സാധനം മാത്രമേ ഓർമ്മ. ജസ്റ്റ് എൻ്റെ പേരും ട്രൈ ചെയ്തൊക്കെ പറയാൻ വേണ്ടി ഒരു ബ്ലാക്ക് ബോർഡ് മാത്രം ഓർമ്മ വരുന്നത്. ജസ്റ്റ് ഓൻ്റെ പേരെന്ന് പറഞ്ഞാൽ നന്നായിട്ട് പറയാൻ പറ്റും. എൻ്റെ പേരൊന്നുകൂടെ പറയാൻ ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ ഹാർഡായിരിക്കും, കൂടുതൽ ഡിഫിക്കൽട്ടായിരിക്കും. നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. ജസ്റ്റ് ഒരു കാര്യമുണ്ട്, എൻ്റെ കയ്യിൽ എൻ്റെ പേരുണ്ട്. ഞാനത് എറിഞ്ഞു തന്നാൽ എൻ്റെ നെറ്റിയിൽ ടച്ച് ചെയ്യാൻ സമയത്ത് എനിക്ക് പേര് ഓർമ്മ വരും. എൻ്റെ പേര് ഓർമ്മ വന്നു പറഞ്ഞോ, അടിപൊളി, നന്നായിട്ട് ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്ത് ആ തലച്ചോറിനെ നമ്മൾ താൽക്കാലികമായിട്ട് സബ് കോൺഷ്യസ് മൈൻഡിനെ ഉണർത്തിയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വാ എവിടെയാണെന്ന് ഓർമ്മ ഉണ്ടാവില്ല. അതേപോലെ ഹാലുസിനേഷൻ ആണെങ്കിൽ ജസ്റ്റ് നമ്മളൊരു കാഴ്ച കാണുന്നത് എങ്ങനെയാണ്, ഞാൻ ഈ സർട്ടിഫിക്കറ്റ് കാണുന്നത് എങ്ങനെയാണ്, കണ്ണുണ്ട് അല്ലേ, അല്ല, ഇതിൽ പ്രകാശം തട്ടി അതിൻ്റെ പ്രതിബിംബം എൻ്റെ കണ്ണിലേക്ക് വന്ന് അത് ഒരു ഫോട്ടോ മെമ്മറി ആയിട്ട് കാണിച്ചിട്ടാണ്
കുറേ പറയാനുണ്ട്. റെറ്റിനയിൽ വന്ന് അത് ബ്രെയിനിൽ പോയി പ്രോസസ്സ് ചെയ്ത് ഒരു ഫോട്ടോ മെമ്മറി ആയിട്ട് കാണിച്ചിട്ടാണ് എനിക്കിത് കാണുന്നത്. ആ കാഴ്ച കാണുക എന്ന പ്രോസസ്സിൽ കണ്ണിന് ഇത്രത്തോളം പങ്കുണ്ടെങ്കിൽ അതിനേക്കാൾ പങ്കുണ്ട് ബ്രെയിനിന്. ആ ബ്രെയിനിൽ ഏതൊരു സാധാരണക്കാരൻ ഹിപ്നോട്ടിസം പഠിച്ചു കഴിഞ്ഞാൽ കയറിയിട്ട് എന്തും താൽക്കാലികമായിട്ട് മാറ്റി മറിച്ചു കൊടുക്കാൻ സാധിക്കും. സ്ഥിരമായിട്ട് മറിക്കുന്ന മറ്റേ ക്ലിനിക്കൽ ഹിപ്നോസ് ആണ്, നമ്മൾ താൽക്കാലികമായിട്ട് ചെയ്യുന്നതാണ് ഈ സ്ട്രീറ്റ് ഹിപ്നോസിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ആർക്കും പഠിക്കാം, ഒരു വിദ്യാഭ്യാസ യോഗ്യതയും ആവശ്യമില്ല. ഇതൊരു ആർട്ട് ഫോം ആയതുകൊണ്ട് തന്നെ ആർക്കും പഠിക്കാം. ഞാൻ ഇപ്പം പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ കണ്ടാൽ ഇതിലും പെട്ടെന്ന് മനസ്സിലാവും. എൻ്റെ ക്ലാസ്സുകളെ കുറിച്ച് സാധാരണ എല്ലാവരും പറയാറ് സാർ ഭയങ്കര അടിപൊളി പ്രസൻറ്റേഷൻ ആണെന്നാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണത് കേൾക്കാൻ. ഞാൻ ഏറ്റവും എന്നിൽ പ്രൗഡായ സാധനം അതാണ്. ഞാൻ എന്ത് പഠിപ്പിച്ചു കൊടുത്താലും കുട്ടികൾക്ക് വലിയ രീതിയിൽ ഡൗട്ട് വരാറില്ല. ജസ്റ്റ് ഒരു വോയിസ് കേൾപ്പിച്ചു തരട്ടെ. ഇന്നലെ ക്ലാസ്സിൻ്റെ റിവ്യൂ ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞാണ് 3 ദിവസം മുമ്പ് കോഴ്സ് എടുത്ത ആളാണ്. ഞാൻ എന്തായാലും ഗ്രൂപ്പിൽ പറയാന്ന് വിചാരിച്ചിട്ടായിരുന്നു. സംഭവം അടിപൊളി. ഒരു ഡൗട്ട് സെക്ഷൻ അങ്ങോട്ട് വരാത്ത രീതിയിൽ സാർ അത്രയും പെർഫെക്ഷൻ ആയിട്ട് ക്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. എന്തായാലും ഇനി ലെവൽ 2 കൂടെ കംപ്ലീറ്റ് ചെയ്യണം. അത് ഞാൻ ക്ലാസ് തുടങ്ങിയിട്ടില്ല. ഞാൻ മൊത്തം ഒന്ന് ഓടിച്ചൊന്ന് കേട്ടു. ഇനി എനിക്ക് അതൊന്ന് എഴുതി ഒന്ന് സെറ്റ് ചെയ്ത് കറക്റ്റ് സാർ പറഞ്ഞ പോലെ തന്നെ എഴുതി കംപ്ലീറ്റ് ചെയ്താൽ തന്നെ അത് പഠിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഹിപ്നോട്ടിസം എന്താ ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിനെ ഉണർത്തിയിട്ട് അവരുടെ മൈൻഡിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അത് റിയാലിറ്റി ആയിട്ട് ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒന്നാണ് സ്ട്രീറ്റ് ഹിപ്നോട്ടിസം. മെന്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാജിക് ആണ്, ഒരു മെന്റൽ മാജിക് ആണ്. മെന്റൽ മാജിക്, നോർമൽ മാജിക് അല്ല, മെന്റൽ മാജിക്. മറ്റുള്ളവരുടെ മൈൻഡ് വായിക്കുന്നു, മനസ്സ് വായിക്കുന്നു എന്നുള്ള രീതിയിലുള്ള എഫക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മാജിക്കാണ്, മെന്റൽ മാജിക്കാണ് ഈ മെന്റലിസം എന്ന് പറയുന്നത്. ഇതുപയോഗിച്ച് നമുക്ക് അവരുടെ മനസ്സിൽ ഉള്ള സെലിബ്രിറ്റിയുടെ പേരൊക്കെ പുറത്ത് പറയാം. അവർ ചിന്തിക്കുന്ന എന്ത് കാര്യവും നമുക്ക് റിവീൽ ചെയ്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് ടെലികൈനസിസ് എഫക്റ്റ് ഒക്കെ, ഒരാളെ തൊടുമ്പോൾ വേറൊരാൾക്ക് ഫീൽ ചെയ്യുന്നു, അതുപോലെ തൊടാതെ ചിലത് ചലിപ്പിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മെന്റലിസത്തിലൂടെ പഠിക്കാം. ഇതിനെല്ലാം കൂടെ ഒരൊറ്റ കോഴ്സായിട്ട് തരികയല്ല, അങ്ങനെ തന്നിട്ട് കാര്യമില്ല. എന്താണോ താല്പര്യം അത് അവർ പഠിക്കണം. മെന്റലിസം ഹിപ്നോട്ടിസം തമ്മിൽ ഒരു ബന്ധവുമില്ല. രണ്ടും 2 കോഴ്സാണ്. കോഴ്സിന്റെ ഉള്ളടക്കത്തിൽ പോലും ഒരു ബന്ധവുമില്ല. മെന്റലിസം ചെയ്യാൻ നമുക്ക് ചില പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ വേണ്ടി വരും ചില സമയങ്ങളിൽ. ഹിപ്നോട്ടിസം ചെയ്യാൻ നമുക്ക് ഒരു സാധനവും വേണ്ട, വെറും വാക്ക് കൊണ്ട് ചെയ്യുന്നതാണ്. ഹിപ്നോട്ടിസം കോഴ്സ് എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും കോഴ്സ് കാണുന്നുണ്ടാവും. ഒന്ന് ആലോചിച്ചൊക്കെ ഈ കോഴ്സ് കൊടുക്കുന്നവർ ഹിപ്നോട്ടിസം ചെയ്യുന്ന ഒരു വീഡിയോ എങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളത്. വാല്യൂ 1000 രൂപ 1500 രൂപക്കും 100 രൂപക്കും ചിലപ്പോൾ കോഴ്സ് കൊടുക്കണ്ടാവും. ഇവർ ഹിപ്നോട്ടിസം ചെയ്ത് ഹാലുസിനേഷൻ ഒക്കെ ചെയ്യുന്ന ഒരു വീഡിയോ എങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ആലോചിക്കാം. എൻ്റെ അക്കൗണ്ടിൽ പോയാൽ നിങ്ങൾക്ക് 100 കണക്കിന് വീഡിയോസ് കാണാം. ഞാൻ ചെയ്യുന്നതും എൻ്റെ അടുത്ത് മാത്രം പഠിച്ചിട്ട് സ്റ്റുഡൻസ് പെർഫോം ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാം. Hi Sweta. So time ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണിയേ രീതിയിൽ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് കണ്ണ്. നല്ല രീതിയിൽ ബ്രോയുടെ പേര് ദിലീപ് എന്നായിരിക്കും. ജസ്റ്റ് 1 2 3 വെൽക്കം ബ്രോ. ഞെട്ടും. നാഫിനെ ദുൽഖർ സൽമാനായിട്ട് കണ്ടിട്ട് ഹാബിലും ഞെട്ടും. ദുൽഖർ സൽമാനായിട്ട് കംപ്ലീറ്റ് എല്ലാം കൊണ്ട് ദുൽഖർ സൽമാൻ ശബ്ദവും മരിച്ചയാളെ നേരിട്ട് കാണുന്ന നിനക്ക് ഇവിടെ ഈ ഭാഗത്ത് നിനക്ക് ഒരു പെയിനും അറിയില്ല. അവിടെ എന്ത് കുറിച്ചാലും നിനക്കൊരു പെയിനും അറിയില്ല. ഞാൻ ഇന്ന് നിങ്ങൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ പോവുകയാണ്. നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ? നമുക്കൊരു വെറൈറ്റി മെന്റലിസ്റ്റിലോട്ട് കടന്നാലോ? ഞാൻ നിങ്ങളിൽ ആരെങ്കിലും ടച്ച് ചെയ്ത ഫീല് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈവെക്കുവോ? ഇതൊക്കെ ഓൺലൈനിലൂടെ പ്രീ റെക്കോർഡ് ക്ലാസ്സുകൾ കണ്ട് പഠിച്ചതാണ്. മെന്റലിസം പഠിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ സ്ട്രീറ്റ് ഹിപ്നോട്ടിസം പഠിപ്പിക്കുന്ന ദ ബെസ്റ്റ് അക്കാഡമി എൻ്റെതാണെന്ന് ഇവിടെ ഈ നെഞ്ചത്ത് കൈവച്ച് ഞാൻ പറയും. മെന്റലിസം കോഴ്സ് ആണെങ്കിൽ പോലും കമ്പാരിറ്റീവ്ലി മറ്റുള്ള കോഴ്സുകൾ പഠിപ്പിക്കുക ജസ്റ്റ് ട്രിക്സ് ആണ്. ഒരു സാധനം പറഞ്ഞിട്ട് ഇതിങ്ങനെ ചെയ്തോ എന്ന് മാത്രമേ പഠിപ്പിക്കൂ. പക്ഷേ നമ്മൾ ആ ട്രിക്സിനെ ടൂൾസ് ആക്കി ആ ടൂൾസിനെ വൈഡ് ചെയ്ത് ഒരു പെർഫോമൻസിലേക്ക് വരുമ്പോൾ ഏതൊക്കെ രീതിയിൽ അത് കൊണ്ടുവരണം, നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഓഡിയൻസ് മാനേജ്മെന്റ് എങ്ങനെയാണ്, ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്, ടൊണാലിറ്റി എങ്ങനെയാണ്, കോൺഫിഡൻസ് എങ്ങനെ ബിൽഡ് ചെയ്യും, പബ്ലിക് സ്പീക്കിംഗ് എങ്ങനെയാണ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന കോഴ്സാണ് മെന്റലിസത്തിൽ വരുന്നത്. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് മെന്റലിസ്റ്റും ഹിപ്നോട്ടിസ്റ്റും ആയിട്ട് മാറാൻ പറ്റും. വേറൊരു കോഴ്സ് ഇല്ല. 2 കോഴ്സ് 2 ലെവലായിട്ടാണ് വരുന്നത്. അപ്പോൾ മെന്റലിസത്തിന്റെ ഫസ്റ്റ് ലെവലിന്റെ കോഴ്സ് ഫീ വരുന്നത് 3350 രൂപയാണ്. അതുപോലെ മെന്റലിസത്തിന്റെ സെക്കൻഡ് ലെവലിന്റെ ഫീസ് വരുന്നത് 5500 രൂപയാണ്.
ഹിപ്നോട്ടിസത്തിന്റെ അതുപോലെ തന്നെ ഫസ്റ്റ് ലെവലിന് 3500 രൂപയും സെക്കൻഡ് ലെവലിന് 5500 രൂപയാണ്. പേടിക്കേണ്ട, ഓണം ഓഫർ ഉണ്ട്. ഓണത്തിന് നിങ്ങൾക്ക് ഒരു ഓഫർ വരുന്നുണ്ട്. സെപ്റ്റംബർ 15 വരെ കോഴ്സ് എടുക്കുന്നവർക്ക് നമ്മളൊരു ഓഫർ റേറ്റിലാണ് കോഴ്സ് കൊടുക്കുന്നത്. ഫസ്റ്റ് ലെവൽ മെന്റലിസം കോഴ്സ് മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 2800 രൂപ അടച്ചാൽ മതി. സെക്കൻഡ് ലെവൽ മെന്റലിസം കോഴ്സാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ 5500 അടക്കേണ്ട, അതിനും 2800 രൂപ നിങ്ങൾ അടച്ചാൽ മതി. 5600 രൂപയുടെ 2 കോഴ്സും നിങ്ങൾക്ക് ഒരുമിച്ചെടുക്കാം. അതേപോലെ ഹിപ്നോട്ടിസം രണ്ട് കോഴ്സാണ്. ഹിപ്നോട്ടിസത്തിന്റെ ഫസ്റ്റ് ലെവലിൽ വരുന്നത് 3500 രൂപയാണ്. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ പ്രീ റെക്കോർഡായിട്ടുള്ള 20 ക്ലാസ്സുകളിൽ ഹിപ്നോ പുഷ്, ഐലോക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അത് കഴിഞ്ഞ് സെക്കൻഡ് ലെവലിലാണ് ഹാലുസിനേഷൻ ഒക്കെ വരുന്നത്. ആ സെക്കൻഡ് ലെവലിന് 5500 രൂപയാണ്. 5500 രൂപയ്ക്ക് ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഹിപ്നോട്ടിസം പഠിക്കാൻ വേറെ എവിടെയും പോകേണ്ടി വരില്ല. പക്ഷേ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കൊടുക്കുമ്പോൾ ഞാൻ മാക്സിമം കൊടുത്തുകൊണ്ടിരുന്ന ഓഫർ 7500 രൂപ വരെയാണ്. ഈ ഓണത്തിന് സെപ്റ്റംബർ 15 വരെ നമ്മൾ കൊടുക്കുന്നത് 6999 രൂപക്കാണ്. പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിലെ 100 രൂപയുടെ 1000 രൂപയുടെ ഒക്കെ കോഴ്സ് നോക്കിയിട്ട് നമ്മുടെ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പോയി എടുത്തോളൂ. പക്ഷേ നിങ്ങൾ എൻ്റെ അടുത്ത് തന്നെ വരും, എനിക്കറിയാം. അങ്ങനെ വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ജസ്റ്റ് സ്ക്രീൻഷോട്ട് ഇടാം. ഇതിൽ പറയുന്നത് എന്താ ജസ്റ്റ് ഒന്ന് നോക്കി നോക്ക്. മറ്റുള്ള പല മെന്റലിസ്റ്റുകളുടെയും കോഴ്സ് എടുത്ത ആളാണ് ഞാൻ. പക്ഷേ ഇത്ര ഈസി ആയിട്ട് പഠിപ്പിച്ചു തന്നിട്ടില്ല. അങ്ങനെ എന്തൊക്കെയാണ് ഞാനിപ്പോൾ അത് എഡിറ്റ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുള്ളൂ. ഞാനിപ്പോൾ കാണുന്നില്ല എന്താണെന്നുള്ളത്. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പോയാൽ നിങ്ങൾക്ക് ജെനുവിൻ ആയിട്ടുള്ള ഒരുപാട് റിവ്യൂസ് കാര്യങ്ങൾ കാണാം. അത് കണ്ടിട്ട് ജെനുവിൻ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് നമ്മുടെ കോഴ്സുകൾ ചെയ്യാം. ഇത് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേൺ മോർ ഏൺ മോർ എന്നതാണ്. എത്രത്തോളം നിങ്ങൾ പഠിക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് സമ്പാദിക്കാനുള്ള സാധ്യതകൾ കൂടും. അതുപോലെ നിങ്ങളുടെ ബ്രെയിനിൽ ഫിസിക്കൽ ചേഞ്ചസ് ഉണ്ടാവും. മാത്രമല്ല മെന്റലിസം ഹിപ്നോട്ടിസം കുറച്ച് അടിപൊളിയായിട്ടുള്ള സ്കില്ലാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ വിലയില്ലാത്തവരുടെ മുന്നിൽ വരെ നമുക്കൊരു വാല്യൂ കിട്ടും. എത്രയോ അധികം ആൾക്കാർ ഇന്ന് നാട്ടിലും പേപ്പറിലും ന്യൂസിലും ഒക്കെ വന്നത് നമ്മുടെ അക്കാഡമിയിൽ പഠിച്ചിട്ടാണ്. അതിൽ പ്രത്യേകമുണ്ട് ഹിപ്നോ ഹാൻഡ് അക്കാഡമിയിൽ പഠിച്ചിട്ടാണ് വന്നത് എന്നുള്ള സാധനങ്ങളൊക്കെ. ഇതുപോലുള്ള റിസൾട്ടുകളൊക്കെ മറ്റുള്ള അക്കാഡമിയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ശരിക്കും നോക്കണം, വിലയിരുത്തണം, എന്നിട്ട് തീരുമാനിക്കുക ആരുടെ കോഴ്സ് എടുക്കണം എന്നുള്ളത്. നിർബന്ധിക്കുകയല്ല. പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വഴിതെറ്റി പോവാതിരിക്കാനുള്ള ഒരു വഴി ഇവിടെ കാട്ടിത്തരികയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഫീസിലോ കാര്യങ്ങളിലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. 15-ാം തീയതി വരെ മാത്രമേ നമ്മുടെ ഓണം ഓഫർ ഉള്ളൂ. ജസ്റ്റ് എല്ലാ കോഴ്സും കൂടെ ഒരുമിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 12,000 രൂപക്ക് എടുക്കാം. എല്ലാ കോഴ്സും കൂടെ ഒരുമിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവൽ മെന്റലിസം, സെക്കൻഡ് ലെവൽ മെന്റലിസം, ഫസ്റ്റ് ലെവൽ ഹിപ്നോട്ടിസം, സെക്കൻഡ് ലെവൽ ഹിപ്നോട്ടിസം, ഇതെല്ലാം കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 12,000 രൂപക്ക് നിങ്ങൾക്ക് കോഴ്സ് എടുക്കാം. അതെടുക്കുന്നവർക്ക് ജസ്റ്റ് ഒരു പ്രൊഡക്റ്റിൻ്റെ കിറ്റ്, ഒരു 1-2,000 രൂപ വില വരുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ കിറ്റും കൂടെ ഈ ഓണം കഴിയുന്നത് വരെ നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഓണം കഴിയുന്നതിന് മുമ്പ് കോഴ്സ് എടുക്കുന്നവർക്ക് പെർഫോം ചെയ്യാനുള്ള ചെറിയൊരു പ്രൊഡക്റ്റ് കിറ്റ് നമ്മൾ അയച്ചു തരുന്നതാണ് ഫ്രീ ആയിട്ട്. വേറെ ഫീസും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ബൈ.